പെട്ടിയെടുത്ത് വണ്ടിയിലിട്. എന്നെ തല്ലല്ലേ സാറേ, തല്ലല്ലേ സാറേ. കൊല്ല് സാറേ, കൊല്ലം. ബെറോ ഡിക്കോത്ര അല്ലേ? ആ അതെ. 95 കാലഘട്ടത്തിലെ ശോഭിക്കുന്ന യുവതലമുറയുടെ നായകനായ ടിനു ചാക്കോക്ക് പിന്നീട് എന്തൊരു പേരുമാറ്റം? അപ്പോ സാറെന്നെ തിരിച്ചറിഞ്ഞു അല്ലേ? പറയൂ, തനിക്ക് ഈ നിഷാകൊല കേസുമായിട്ട് എന്താണ് ബന്ധം? ഇല്ല സാർ, എനിക്കൊരു ബന്ധവുമില്ല. ഞാൻ തൻ്റെ ഒരു പഴയ ഫാനാണ്. താനൊരു സൂപ്പർ സ്റ്റാർ ആവുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷെ എന്ത് ചെയ്യാൻ, താൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ. ഇങ്ങനെ ആയതല്ല സാറേ, ചിലർക്കൊക്കെ വേണ്ടി ഞാൻ ബലിയാടായതാണ്. ഓക്കെ, ഞാൻ അറിഞ്ഞു നിങ്ങളുടെ ചരിത്രം. അതെ സാർ, അതോടെ എൻ്റെ കരിയർ തീർന്നു. ഇപ്പോൾ കിടപ്പുമുറിക്ക് വേണ്ടി 250 രൂപയ്ക്ക് വേണ്ടി, ഒരു കുറഞ്ഞ പൈൻറ്റിനു വേണ്ടി ഞാൻ ഈ മാർഗം സ്വീകരിച്ചു. പക്ഷേ ഞാൻ ഒരിക്കലും കോളേജ് കുട്ടികൾക്ക് ലഹരി പദാർത്ഥം വിറ്റിട്ടില്ല സാർ. എൻ്റെ കൂടെയുള്ളവർ ആക്രാന്തം മൂത്ത് ചെയ്തതാണ് സാർ. എനിക്കങ്ങനെ പണമുണ്ടാക്കാനാണെങ്കിൽ നിഷയുടെ മരണം ഏൽക്കാമെന്ന് ചോദിച്ച് ഒരാൾ എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു സാർ. ഹലോ, ഗുഡ് മോർണിംഗ്. DIG അലക്സ് കുര്യൻ അല്ലേ? ഇടയ്ക്കൊന്ന് വിളിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? കൊള്ളാം. ഇന്ത്യൻ പൊളിറ്റിക്സിലെ ഭീഷ്മരെ അറിയില്ല. ഏയ്, അതൊക്കെ ആൾക്കാർ വെറുതെ പറയുന്നല്ലേ. വീണ്ടും കളത്തിൽ ഇറങ്ങിയല്ലേ? IPS എടുത്തു പോയില്ലേ? താങ്കളുടെ പുസ്തകം ഞാൻ വായിച്ചു, തിമിംഗലങ്ങൾക്കൊപ്പം. എന്താ ഒരു ലാംഗ്വേജ്! ഐ റിയലി അപ്രീഷിയേറ്റ് യു. താങ്ക് യു സാർ, താങ്ക് യു. സാറ് വിളിച്ചത് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ ദിവസം മകനൊന്ന് വിളിപ്പിച്ചിരുന്നു. DIG അലക്സ് കുര്യനെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം. ഏതോ ഒരു പെൺകുട്ടിയുടെ മരണം സംബന്ധിച്ചല്ലേ. എത്ര തവണ വേണമെങ്കിലും വിളിച്ചോളൂ. ഞാനിപ്പോ ദുബൈയിലാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ അവരെ നേരിട്ട് കൊണ്ടുവന്നേനെ. ഒന്നും വേണ്ട സാർ, ചില കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. മോൻ നന്നായിട്ട് സഹകരിച്ചു. ഓക്കെ. പിന്നെ അലക്സേ, നിങ്ങൾ ഈ ലോക്കലിൽ കിടന്ന് കറങ്ങേണ്ട ആളല്ല. നിങ്ങളെപ്പോലുള്ള മിടുക്കന്മാരെ വേണ്ടത് സെൻട്രലിലേക്കാ, വല്ല IBയിലോ റോയിലോ ഒക്കെ. വേണ്ട സാർ, ഞാൻ ഒറ്റത്തടിയാ. പ്രായമായ ഫാദറിനെ നോക്കാൻ അവിടെ ആരുമില്ല. പ്രത്യേകിച്ച് പുള്ളി ഹാൻഡിക്യാപ്ഡാ. അതെനിക്കറിയാമല്ലോ. പക്ഷെ അതോർത്ത് വിഷമിക്കണ്ട. ഇവിടെ ഡൽഹിയിൽ നല്ല ഹൈടെക് ഓൾഡ് ഏജ് ഹോംസ് ഉണ്ട്. ഇല്ലെങ്കിൽ നല്ല ഹോം നഴ്സസിനെ കിട്ടും. അലക്സ് ധൈര്യമായിട്ടിരിക്കുക, ഞാൻ അങ്ങോട്ടൊന്ന് വന്നോട്ടെ. വേണ്ട സാർ, ഫാദർ പഴയ കമ്മ്യൂണിസ്റ്റാ. പുള്ളിക്ക് ഇതൊന്നും പിടിക്കത്തില്ല. മാത്രമല്ല, കക്ഷിക്ക് നല്ല നാടൻ പശുവിന്റെ പാല് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിപ്പോ ഒരു പശുവിനെ വാങ്ങിച്ചു. നാടൻ ഭാഷയിൽ പറഞ്ഞ പശു ചെന നിറഞ്ഞു നിൽക്കുക. പ്രസവം എടുക്കാനും കറക്കാനും ഞാൻ മാത്രമേ ഉള്ളൂ. പിള്ള സാറേ, എല്ലാം ഓക്കെ അല്ലേ? നല്ല പരുവത്തിലാ. ഇനി വാർപ്പിലോട്ടിട്ടൊന്ന് ഇളക്കിയാ മതി. കൊണ്ടുപോടോ. കൊണ്ടുപോവനെ ഇങ്ങോട്ട് ചെല്ലടാ. ചെല്ല്. റിമൂവ് ദ ക്ലോത്ത്. വലിച്ചു കെട്ടടോ. അടങ്ങി നിക്കടാ. കെട്ട്. പൊക്ക്. തൂക്ക്. വലിക്ക്. തൂക്കിയരാ. കുഴപ്പമില്ല, വലി. നീ പറയില്ലല്ലേ? മതി. ഇക്ബാലെ, അമീദിന്റെ മസിൽ പവറിലും നിന്റെ വായ തുറന്നില്ല. അച്ചായനോടുള്ള നിന്റെ വിശ്വസ്തത എനിക്ക് മനസ്സിലായി. പക്ഷേ നീ വാ തുറന്നേ പറ്റൂ. കാരണം എല്ലാ തെളിവുകളും നിനക്കെതിരാണ്. നിശ്ചയം നീ കൊലപ്പെടുത്തിയത് എന്തിനാണെന്ന് അറിയാം. പക്ഷേ എനിക്കത് നിന്റെ വായ കൊണ്ട് തന്നെ കേൾക്കണം. ഇച്ചായ നിന്നെ രക്ഷിക്കാൻ വരുമെന്ന് നീ കരുതുന്നുണ്ടോ? വരും. എൻ്റെ ഇച്ചായ വരും എന്നെ രക്ഷിക്കാൻ. നിങ്ങൾ ഓരോരുത്തരും ഇതിന്റെ അനുഭവിക്കും. ഓർത്തു, അച്ചായ കിങ് അല്ല, കിങ് മേക്കറാ. ഇക്കാലേ ആത്മവിശ്വാസം നല്ലതാണ്. പക്ഷേ ഇവിടെ നീ പരാജയപ്പെട്ടു. നിന്റെ അച്ചായ നിന്നെ കൈവിട്ടു. ഇന്ത്യ ഗേറ്റിന്റെ മുന്നിൽ നിന്നും ശർമാജി നിന്നെ പൊക്കിയിട്ട് 2 ദിവസമായി. വിളിച്ചു കൊടുക്കടോ.
നമ്പർ പരിധിക്ക് പുറത്താണ്. ദയവായി അല്പസമയത്തിന് ശേഷം വിളിക്കുക. ഇപ്പൊ മനസ്സിലായോ? നിന്റെ ഫോൺ അയാൾ ബ്ലോക്ക് ചെയ്തു. ഇപ്പൊ പരിചയമില്ലാത്ത ഒരു നമ്പർ അയാൾ എടുക്കുന്നുമില്ല. എന്ന് പറഞ്ഞാൽ നീയും ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ടു എന്നർത്ഥം. അച്ചായൻ നിന്നെ തല്ലാറുണ്ടല്ലേ? ഇല്ല, എൻ്റെ അച്ഛൻ എന്നെ തല്ലാറില്ല. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നെ. ദേ അയാളെ കണ്ടോ? ഓ, അയാളെല്ലാം തുറന്നു പറഞ്ഞു. ഇക്ബാലെ സഹകരിക്കുക. കുറ്റം തെളിയിക്കാൻ പോലീസ് പ്രാകൃതമായ ചില നടപടികൾ സ്വീകരിക്കും. അത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എന്തു ചെയ്യാം, ഇക്ബാലിന് മൗനം. ഈ മൗനത്തിന് നേരെ ഞാനങ്ങ് കണ്ണടക്കുകയാണ്. ഇക്ബാലെ, ഇത് പഴയ HC ബാലൻപിള്ള. പിള്ള സാറിനാ ഓമന പേര്. പഴയ പരമേശ്വരക്കുറിപ്പിന്റെ ശിഷ്യനാ പുള്ളി. പഴയ കക്കയും കാമ്പി സ്റ്റൈലാ. ഇനി എന്താ പരിപാടി? വറുക്കൽ. ഈ പുന്നാര മോനെ കടലയോട് കൂടിയിട്ട് വറുക്കും. അമിതേ, ബാക്കിയുള്ളതൊക്കെ ചോദിച്ചോ. അതെ അതെ ഇക്ബാൽ പറയൂ. വളരെ വൈകിയാണ് ബാബുക്കുട്ടൻ്റെ പ്രണയവിവരം അറിഞ്ഞത്. കാര്യങ്ങൾ ഇരുചെവി അറിയാതെ അന്വേഷിക്കാൻ എന്നെ ചുമതലപ്പെടുത്തി. അങ്ങനെ അവരറിയാതെ ഞാൻ അവരുടെ പിന്നാലെ കൂടി. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി പടരുന്ന ക്യാൻസർ. പിന്നീട് എന്ത് സംഭവിച്ചു? മകൻ്റെ ഇഷ്ടത്തിന് അദ്ദേഹം എതിരല്ലായിരുന്നു. പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ മറച്ചു വെച്ചു. അതുകൊണ്ട് തന്നെ നിഷയോട് പിന്മാറാൻ പലവട്ടം ഞാൻ ഉപദേശിച്ചു. നിഷേ, ഒന്ന് നിന്നേ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ബാബുക്കുട്ടനും നിഷയും തമ്മിൽ നല്ല അടുപ്പത്തിലാണ്. പക്ഷേ ഈ അടുപ്പം സൗഹൃദത്തിനപ്പുറത്തേക്ക് വളരാൻ പാടില്ല. ഇതൊക്കെ പറയാൻ താനാരാ? ഞാനും ബാബുക്കുട്ടനും തമ്മിൽ പ്രണയത്തില. ഞങ്ങൾ വിവാഹവും കഴിക്കും. താൻ എന്ത് ചെയ്യാനാ? നിഷേ, മര്യാദയ്ക്ക് ഞാൻ പറയുന്നതനുസരിച്ച്. ഒരു ദിവസം ഞങ്ങൾ അറിയിക്കാതെ ബാബുക്കുട്ടന്റെ വീട്ടിലെത്തി. ഹരി, അങ്ങനെ ബാബുക്കുട്ടനുണ്ടോ? ഇല്ല, മോൻ പുറത്തു പോയിരിക്കുക. ഈയിടെ അവന് കറക്കം കൂടുതലല്ലേ? ആ ഡാഡി, ഒറ്റയ്ക്കാണോ? മമ്മി വന്നില്ലേ കൂടെ? എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. അങ്ങനെ കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഇപ്പൊ ഒന്നും വേണ്ട. ഓ, പഠിത്തമൊക്കെ എങ്ങനെ? നന്നായിട്ട് പോകുന്നു. MBയോ MLAയോ ബോർഡ് ചെയർമാനോ ഒന്നും ആകാൻ താല്പര്യമില്ലാതെ നീ വക്കീൽ പഠനം തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ എതിര് പറയാതിരുന്നത് നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് കരുതിയാ. അല്ല, മോനെ എന്തോ വല്ലാതെ അലട്ടുന്നുണ്ടല്ലോ. ഏയ് ഇല്ല. ഞാനങ്ങ് ഡൽഹിയിൽ ഇരിക്കുമ്പോഴും എൻ്റെ ഒരു കണ്ണിവിടെയാ. കോളേജിലൊരു പെൺകുട്ടിയുമായി ഒരടുപ്പം അല്ലേ? വെറും അടുപ്പം മാത്രമേ ഉള്ളൂ? അതോ ആർ യു സീരിയസ്? അത് ഡാഡ്, അവളൊരു പാവം കുട്ടിയാ. അത് ഞാൻ ചോദിച്ചില്ല. എൻ്റെ ചോദ്യത്തിന് ഉത്തരം തന്നാൽ മതി. അത് ഡാഡി എന്നോട് ക്ഷമിക്കണം. എനിക്കവളെ പിരിയാൻ വയ്യ. ഗുഡ്. കെട്ടിയ പെണ്ണിനെ പ്രേമിക്കുന്നതിനേക്കാൾ നല്ലത് പ്രേമിച്ച പെണ്ണിനെ കെട്ടുന്നതാ. അല്ല, ഞാൻ മമ്മിയോട് പറഞ്ഞായിരുന്നു. നിന്റെ ഒരിഷ്ടത്തിന് ഞങ്ങൾ എതിരല്ല. എടാ മോനെ, കോടികളുടെ കിലുക്കവുമായി വരുന്ന ഒരു മരുമകളെയല്ല ഞങ്ങൾക്ക് വേണ്ടത്. നിഷ അങ്ങനല്ല, നല്ല കുട്ടിയാ. ആവണം. എൻ്റെ മകന് തെറ്റ് പറ്റരുത്. ഡാഡ്, ഒരു ചെറിയ പ്രശ്നം.
അവള് നമ്മുടെ കാസ്റ്റ് അല്ല. മണ്ണാങ്കട്ട. മോനെ, ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ആട്ടെ, ആരാ അവളുടെ പേരൻസ്? സാധുക്കളാ, നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയവരല്ല. മോനെ, താണ നിലത്തെ നീരൊഴുകൂ, അവിടെ ദൈവം തുണ ചെയ്യൂ. ആട്ടെ, എന്താ അവരുടെ പേര്? അച്ഛൻ്റെ പേര് രാഘവൻ, അമ്മയുടെ പേര് വത്സമ്മ. രാഘവൻ. രാഘവ, നീ എന്നെ സഹായിക്കണം. എൻ്റെ പെങ്ങൾ സൂസൻ, അവൾ നിനക്കുള്ളതാ. അപ്പം നീയല്ലേ എന്നെ സഹായിക്കേണ്ടത്? ഡാഡി, എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. അച്ഛൻ കയറിയട്ടെ.